എന്തിനടി ഇന്ന് പോകുന്നത്? മുതലക്കട്ടിയിലൊഴിക്കത് മതി. ദൈവമേ, ഇങ്ങനെ ഒരു കള്ളിയുണ്ടാ? എന്റെ ചെറുക്കൻ ഇങ്ങോട്ടൊന്ന് വരട്ടെ. രണ്ടിലൊന്ന് ഞാൻ ഇന്ന് തീരുമാനിക്കും. എന്റെ ഭവനത്തിൽ പുറത്തത് മതി. ഈ നിമിഷം നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം. എന്തിനാ ഇപ്പൊ ഇങ്ങനെ പറയണത്? അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവളെ മോനെയും കൂടി പറ. ശരി, അവക്ക് ഫോൺ വേണോന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അറിയാമോ ഈ ഒരു വേലത്തരത്തിനാണെന്ന് അറിഞ്ഞില്ല. എന്തായിരുന്നു അമ്മക്ക്? അവക്ക് ഫോൺ മേടിച്ചു കൊടുക്ക, വാട്സപ്പ് എടുത്തു കൊടുക്ക്. അമ്മയ്ക്ക് ഉറക്കമില്ലായിരുന്നോ വാട്സപ്പ് ഇല്ലാഞ്ഞിട്ട്? എന്നെ പറയിപ്പിക്കാനാടി നീ ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. ഞാൻ അറിഞ്ഞില്ല നീ ഇത്തരക്കാരിയാണെന്ന്. ഞാനൊന്നും ചെയ്തില്ല. പിന്നെ ഞാൻ ചെയ്തതാണോ ഇതൊക്കെ? അത് അവള് ചെയ്ത, അത് അവൻ ചെയ്താ? ഞാൻ അമ്മയുടെ കൂടെ ഫോട്ടോ. പിന്നെ എവിടെ വന്നടി? അതെ, ഞാൻ എന്റെ കൂടെ ഫോട്ടോ എടുത്തത്. ഞാൻ ആൺവേഷം കെട്ടി നിന്നെ ഉമ്മ വെച്ച്. എന്താ ദൈവമേ, നിനക്കൊക്കെ എന്തിനാ ഇത്രയും വിദ്യാഭ്യാസവും വിവരം ഉണ്ടായിരുന്നത്? എന്ത് കാര്യത്തിനാ? ഒന്നും പറയണ്ട. എന്റെ ചെറുക്കൊരു മണഗുണാഞ്ചനായി പോയി. ഇവളെ താളത്തിനൊത്ത് തുള്ളി. അതാ എനിക്ക് ഇതൊക്കെ സംഭവിച്ചത്. വീട്ടില് സമാധാനം ഉണ്ടാകാൻ വേണ്ടി ഞാൻ ചെയ്ത കൃത്യമല്ലയോ ഇത്? അതിന് 2 ഫോണും കൂടി മേടിച്ചു കൊടുക്ക, അപ്പൊ കൂടുതൽ സമാധാനം ഉണ്ടാവും. ഇത് ഇവള് എപ്പോഴും ഇത് പോയി സംഘടിപ്പിച്ചെന്നാണ് ചോദിച്ചു നോക്ക്. രഹസ്യ സഞ്ചാരി. ഒന്ന് പതുക്കെ പറയാമ്മ. നാട്ടുകാരെ എടുത്താ കേട്ടിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പൊ നല്ല കോളാ. എന്തിനു ജീവിച്ചിരിക്കുന്നത്? ഒന്നുകിൽ അവര് രണ്ടുപേരും ഇവിടെ, അല്ലെങ്കിൽ ഞാൻ. അത് തീരുമാനിച്ചു കഴിഞ്ഞു ഞാൻ. അയ്യോ, കണച്ചില് കണ്ടില്ലേ? അന്ന് ഞാനിത് പറഞ്ഞപ്പോ എന്തോ ആയിരുന്നു? ക്ലീറ്റോ ചേട്ടന് അസൂയാണ്, അസൂയ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഫേമസ് ആയി കേട്ടാ മരുമോള്. ലോകം മുഴുവനും അറിഞ്ഞു. ഗൾഫിൽ നിന്നൊക്കെ എന്റെ കൂട്ടുകാർ വിളിച്ചിരുന്നു. അയ്യോ, ഗൾഫിൽ പറഞ്ഞ? ഇല്ല, അതെ, ഈ കണ്ട ഫോട്ടോയേ ഉള്ളൂ. ഇനി അതിലും അപ്പുറത്ത് വല്ല ഉണ്ടാ? ഭർത്താവ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ പല വിഷമാറ്റി കൂടി ചാവളയാ നല്ലത്. നിനക്ക് എന്തിന്റെ കുറവായിരുന്നു ഇവിടെ? അതൊന്നും നീ പറഞ്ഞു തരാമോ? നിന്നോട് ആരെങ്കിലും ഇവിടെ വിട്ട് നിന്നെ ദ്രോഹിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. കനകൻ, അമ്മ, ഞങ്ങള് എല്ലാവരും നിന്നോട് സ്നേഹമായിട്ടല്ലേ പെരുമാറിയിട്ടുള്ളൂ. നീ വേറെ വീട്ടിലെ പെണ്ണാന്ന് ഞങ്ങൾ എപ്പോഴെങ്കിലും നിന്നോട് അങ്ങനെ പെരുമാറിയിട്ടുണ്ടോ? നിനക്ക് എന്തിന്റെ കേടായിരുന്നു? എന്നിട്ട് നിങ്ങളെ ചെറുക്കനെ പറഞ്ഞാ മതി. പെണ്ണിന്റെ വാക്ക് കേട്ട് ഉടനെ ഫോണും എടുത്ത് കൊടുത്ത് പെങ്കോന്തായി. ഞാനൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നീ നാട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. ആ പെങ്കോന്ന് വരട്ടെ, അപ്പോഴറിയാം. രണ്ടിലൊന്നും അറിയണം കേട്ടാമ്പ, രണ്ടിലൊന്നും എനിക്ക് അറിയണം. അവൻ വന്നിട്ട് ഇങ്ങനെ നാണം കെട്ട ആൾക്കാരോട് താമസിക്കാൻ എന്നെ കിട്ടില്ല. അവർ എങ്ങോട്ടെങ്കിലും മാറി കിട്ടി പോയിക്കോട്ടെ. നിങ്ങളുടെ തീരുമാനത്തിന്റെ കൂടെ തന്നെ ഞാനും നിൽക്കാം. എനിക്കിനി ഇവിടെ നിൽക്കണ്ട. അവനിക്ക് വരട്ടെ, അവനിക്ക് വരട്ടെ. ഞാനൊന്നും ചെയ്തിട്ടില്ല അമ്മ. ഞാനൊന്നും ചെയ്തിട്ടില്ല അമ്മ. ഒന്നും ചെയ്തില്ല, അറിയാം. അറിയാത്തോണ്ടാണ് ഈ കണ്ടത്. ആ കൊച്ചങ്ങാനും മതിയെന്ന് പറഞ്ഞ പിന്നെ അങ്ങനെ എല്ലാം മതി മതി എന്ന് പറഞ്ഞ് വിട്ടു കൊടുത്തിട്ട് തന്നെ ഒരു പെങ്കൊച്ച് വളർന്ന് പറഞ്ഞുണ്ട്. അതിനെ കൂടെ പറഞ്ഞ കൂടി പോകും. അതേ വരുന്നു ഭാര്യാദാസൻ. വാ വാ, അങ്ങോട്ട് എടുക്ക്, കാണിച്ചു കൊടുക്കട്ടെ അവന്. ഞാനൊന്നും ചെയ്തിട്ടില്ല ഏട്ടാ. എന്താണ്? ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്താ കാര്യം? എന്താന്ന് പറ. എന്താണ്? എന്താ ക്ലീറ്റസ്, എന്താ വിഷയം? ഭാര്യയ്ക്ക് 2 മൊബൈലും ഇന്റർനെറ്റ് കണക്ഷനും പിന്നെ ഫേസ്ബുക്കോ വാട്സാപ്പോ പുതിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ പഠിപ്പിച്ചു കൊടുക്ക്. എന്താടി തങ്ക, എന്താ കാര്യം എന്ന് വെച്ചാൽ അത് പറ. എല്ലാരും കൂടെ എന്തിനാ അവളെ കരയിക്കാൻ നിൽക്കണത്? നീ ദേഷ്യപ്പെടരുത്. കാര്യം എന്താന്ന് വെച്ചാൽ അത് പറയേ. എടാ, ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോ പറഞ്ഞ നാണം കിടന്ന ഞാൻ കാണിച്ചു തരാം. ചുമ്മാ കിടി കാണു. അബദ്ധം പറ്റിയതാ. ചോദിക്കളിയാ ആരാണെന്ന്. ചുമ്മാ കിടി. ആരാണ്? അമ്മയുടെ കൂടെ ഫോട്ടോ എടുത്തപ്പോ ഈ ഉടുപ്പായിരുന്നു. ഇത് നീയാണെന്ന് എനിക്ക് മനസ്സിലായി. മറ്റേതാരാന്ന് നമുക്കറിയില്ലേ? സത്യമായിട്ട് നിനക്ക് അറിഞ്ഞൂടെ? കാണിച്ചു തരാം, എന്താ കാണ്. അയ്യോ, ഇതാരാണ്? ഇത് പറഞ്ഞോളാം. കർത്താവിന് അറിയാം ഇനി പിന്നാലെ വരുമല്ലേന്ന്. ഇത് കുഴപ്പമില്ല കനക. ആർക്കും കുഴപ്പമില്ല? നിനക്ക് കുഴപ്പമില്ല, നിന്റെ ഭാര്യയുടെ അല്ലല്ലോ. ഇല്ല ക്ലീറ്റോ, ഇതേ മറ്റേ ഫോട്ടോഷോപ്പിൽ ചെയ്തേക്കാണ് കനക. ഇത് ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ഗ്രൂപ്പില്ലേ, അതിൽ കുറെ ഞരമ്പ് രോഗികളുണ്ട്. പെൺകുട്ടികളുടെ ഫോട്ടോ കിട്ടി ഉമാരി ഇതല്ലേ ഇതിന്റെ അപ്പുറം ചെയ്യും. ഇത് ഇവള് അറിഞ്ഞിട്ടുണ്ടാവൂലെന്നേ. നോക്കിയേ, ഫോട്ടോഷോപ്പാണ്. വാങ്ങിക്കാനുള്ള പ്രശ്നം. ഫോൺ എന്റേത്.
എന്റെ അമ്മ ഈ ഫോണും സംഗതികളൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇത് വേണ്ട ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇത് മര്യാദയ്ക്ക് ഉപയോഗിച്ചാൽ മതിയല്ലോ. നിന്നോട് ആരെങ്കിലും പറഞ്ഞോടി നിന്റെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഈ കുന്ത മുഴുവൻ കയറ്റി അയക്കാം. നിനക്ക് നിന്റെ തള്ളയോട് സ്നേഹം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ നിന്നാ പോരെ. ഇത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കേണ്ട കാര്യമുണ്ടോ? നിന്റെ ഫേസ്ബുക്കിനകത്തും വാട്സാപ്പിനകത്തും വരുന്ന ആളുകൾ ഏത് തരക്കാരാണ്, എന്താ അവരെ സ്വഭാവം എന്ന് നിനക്കറിയാമോ? ഇതൊന്നും അറിയാതെ പലരും പറഞ്ഞാൽ കൂടി പോകും. ഇതുപോലെയുള്ള തോന്നിയാസങ്ങൾ ചെയ്യുന്ന ആളുകൾ ഇതുപോലെയുള്ള വൃത്തികൾ വരുമ്പോൾ അത് സഹിക്കാനും തയ്യാറായിക്കോളണം. അപ്പൊ എവളിതൊന്നും അറിഞ്ഞ കാര്യമല്ലേ? എന്റെ അമ്മ, ഇവളെ നമുക്ക് അറിഞ്ഞൂടെ? അവളങ്ങനെ ചെയ്യൂ? അതൊന്നും കുഴപ്പമില്ല അമ്മേ. തങ്കത്തിനും അമ്മക്കൊന്നും ഇതൊന്നും മനസ്സിലാകാഞ്ഞിട്ടാണ്. ഇതിപ്പോ ഇത്രയല്ലേ ആയുള്ളൂ. ചില ആളുകളുടെയൊക്കെ പടം തന്നെ കാണണം. കുടുംബം വരെ തകർന്നിട്ടുണ്ടെന്നേ. എന്റെ കുടുംബവും തകർന്നു പോകുമായിരുന്നല്ലോ ഇപ്പൊ. എന്റെ പൊന്നളിയാ, ഇതാണ് ഞാൻ അന്നേ നിന്നോട് പറഞ്ഞത്, കന്നിനെ കയം കാണിക്കരുതെന്ന്. ഇനി പോട്ടെ, കരഞ്ഞോണ്ട് കണ്ട പോട്ട് മോളെ, സാരമില്ല. അമ്മ അറിയാതെ അങ്ങ് പറഞ്ഞു പോയത്. അമ്മയ്ക്ക് ഇതിനെ കുറിച്ച് വല്ലതും അറിയാമോ? കരയണ്ടവാ തങ്കാവും പാടി. എന്നെ അവിടെ കാണും കൊണ്ടുവന്ന് കിടത്ത്. ഒരു നിമിഷത്തേക്ക് നമ്മൾ മാനസികമായിട്ട് തകർന്നു പോകൂലേ? അതുകൊണ്ടാ ഈ പന്ത് പുതുക്കി ഞാൻ ഫോൺ വാങ്ങിച്ചു കൊടുക്കാത്തെ.